ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രക്ക് ലൈഫിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ അഹമ്മദാബാദ് എത്താറായപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് നാളത്തേന് വേറൊരു കമ്പനിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി അഹമ്മദാബാദിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനും പരിസര ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറേ ട്രെയിനുകളൊക്കെ വന്നത് മെയിനായിട്ട് നമ്മുടെ ഈ അഹമ്മദാബാദ് രാജ്കോട്ടൊക്കെ പോകുന്ന മിക്ക ട്രെയിനുകളും, പിന്നെ ഓഖ എക്സ്പ്രസ്, നമ്മൾ ഓഖയ്ക്കാണ് കയറി വന്നത് കേട്ടോ. ഓഖയ്ക്ക് എറണാകുളത്ത് നേരെ കയറി അഹമ്മദാബാദ് വന്നിറങ്ങിയത്. ഓഖയൊക്കെ അടിപൊളി സർവീസാണ് കേട്ടോ. ചുമ്മാ ചവിട്ടി പിടിച്ചങ്ങ് പോരും അങ്ങോട്ട്. അതുപോലെ ഇവിടെ ഒത്തിരി ട്രെയിനുകളുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് വഴി തിരിഞ്ഞ് പോകുന്നത്. മെയിൻ ഒരു സ്റ്റേഷനാണ് അഹമ്മദാബാദ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നിങ്ങ് പോകുന്ന ചായ എല്ലാം കുടിച്ചിട്ട് വേണം നമ്മൾ വണ്ടി മാറ്റാൻ പോകുന്ന കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് വീഡിയോ, നമ്മുടെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമൊക്കെ അഹമ്മദാബാദ് എന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഇത് നമ്മളെ എക്സിറ്റ് ഇന്നൊക്കെ ആയിട്ടുള്ള ഗേറ്റുണ്ട്. ആ ഗേറ്റിനോട് ഒന്ന് എടുത്താൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ നെറുൾ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നമ്മുടെ കമ്പനിയുടെ ഓഫീസിൻ്റെ അവിടെ പോകുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് കേട്ടോ. നമ്മൾ വണ്ടി മാറ്റുന്ന നമ്മുടെ ട്രെയിലർ, നമ്മുടെ ഈ കമ്പനിയുടെ ഓഫീസ് അവിടെയാണേ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റടിച്ചിട്ട് ഒരു രക്ഷയില്ല. അതുപോലെ നമ്മൾ ഗൾഫിലൊക്കെ വന്ന് പെട്ടോലേ. അപ്പം നമ്മൾ ഈ ഓഫീസിൽ നമ്മുടെ കമ്പനിയുടെ ഓഫീസിലേക്ക് വന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആർക്കെ ട്രെയിലർ സർവീസ്, നമ്മുടെ കമ്പനിയുടെ പേര്. അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആർക്കെ ട്രെയിലർ സർവീസ് എഴുതിക്കുന്നുണ്ടോ. 2 ഓഫീസുണ്ട്, അപ്പുറം ഇപ്പുറം ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം HCP കൊക്കക്കോള കമ്പനിയുടെ കേട്ടുള്ള ഇതാണ്. പിന്നെ മേളിൽ വന്നു കഴിയുമ്പോൾ താഴോട്ട് നോക്കാൻ നല്ല രസം കേട്ടോ. ഈ ഗൾഫിലൊക്കെ വരുന്ന പോലെ നമ്മളിപ്പോൾ നമുക്ക് താഴോട്ട് കാണാൻ എന്നാ സീനറിയാന്ന് നോക്കിയേ. ഫുള്ള് കെട്ടിടങ്ങളും എല്ലാമായിട്ട്. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ചോദിച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വണ്ടിയുടെ അടുത്ത് തന്നെ വന്നേക്കുവാണ്. ടയറും കാര്യങ്ങളൊക്കെ നോക്കണം, എന്നിട്ട് വേണം നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാം കേട്ടോ. നമ്മളിപ്പോൾ ഏതൊരു വണ്ടി മാറ്റാൻ ഏതൊരു കമ്പനി ചെന്നാലും നമ്മൾക്ക് തരുന്ന വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കണം കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ടയർ നേരത്തെ കൊണ്ട് ഡ്രൈവർ എവിടെയെങ്കിലും ഉരച്ച് പിടിച്ച് പൊട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ഫോണിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കണം എപ്പോഴും കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ആര് വണ്ടി മാറ്റാൻ പോയാലും എവിടുത്തെ വണ്ടിയാണെങ്കിലും ശരി, ഏത് വണ്ടിയാണെങ്കിലും, അപ്പോൾ ആദ്യം അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ എപ്പോഴും നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ചേക്കണം. ഓൾറെഡി ഇതിന് മുന്നേ കൊണ്ടുപോയ ഡ്രൈവർമാർ എവിടെയെങ്കിലും ടയർ വരയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോകുമ്പോഴായിരിക്കും ചിലപ്പോൾ പൊട്ടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകുന്നത്. അങ്ങനെയൊക്കെ നമുക്കത് പ്രശ്നമാകും. അപ്പോൾ അഡ്വാൻസ് നമ്മൾ അങ്ങനെയുള്ള ഏത് കമ്പനി വണ്ടി മാറ്റിയാലും ആദ്യമേ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ലൈലൻ്റാണ്. വണ്ടി EJ27TD 3851 ആണ് നമ്മുടെ വണ്ടി നമ്പർ കേട്ടോ. ടയറൊക്കെ എല്ലാം നല്ല പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ടയർ ഫ്രണ്ട് ടയർ ഉണ്ടോ, അത് കാരണം മറ്റേ തീർന്ന ടയർ അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കൊണ്ട് ഏതൊരു ഡ്രൈവറുണ്ടോ ടയറിൻ്റെ സൈഡ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി പിന്നീട് എപ്പോഴെങ്കിലും ടയർ പൊട്ടുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ് വണ്ടി എടുക്കുന്നതിന് വേണ്ടി ടയറും കാര്യങ്ങളും പിന്നെ അതുപോലെ എല്ലാം നോക്കി വെക്കുന്നത് കേട്ടോ. അങ്ങനെ അത് ഏത് ഡ്രൈവർമാരെ നിങ്ങൾ വണ്ടി മാറ്റാൻ പോലും ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്കെ ട്രെയിലർ സർവീസ്, നമ്മുടെ കമ്പനിയുടെ വണ്ടിയൊക്കെ ഇടുന്ന ഒരു ഗ്യാരേജ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയിന് കാര്യങ്ങളെല്ലാം എണ്ണി എന്നാണ് നമുക്ക് തരാൻ. അപ്പോൾ അതെല്ലാം കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത ലോഡ് കയറ്റാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിട്ട് നിൽക്കുവാണ്.
लाइट फुल करो, लाइट फुल. അപ്പോൾ സുഹൃത്തുക്കളെ ഇതെന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് പിന്നെ അതുപോലെ നമ്മുടെ വൈപ്പർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ലോഡ് കൊക്കക്കോളയുടെ കമ്പനി ലോഡ് ഓടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് പിന്നെ അതുപോലെ റിവേഴ്സ് ഹോണ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലേ നമുക്ക് കമ്പനിക്കകത്ത് ലോഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലോഡ് കിട്ടാണ്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർത്തി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ലോഡ് പിടിക്കാനകത്ത് പറ്റുള്ളൂ. ലോഡ് പിടിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ പോരാനും പറ്റുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ടയർ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. റണ്ണിങ്ങിൽ തന്നെ ഒരു ടയർ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളിലെ ടയറിന് കുഴപ്പമില്ല, പുറത്തെ ടയർ ട്രെയിലറിലെ ഏറ്റവും ലാസ്റ്റത്തെ ടയർ എന്താ പുറത്തെ ഒരു ടയർ പൊട്ടി. അതെൻ്റെ കാണിച്ച് സംഭവിച്ചെന്ന് അറിയില്ല, പക്ഷേ സംഭവം മറ്റേ എയർ പിടിച്ചിട്ടിരിക്കും കൊണ്ട് ആ ടയറായിരുന്നു തോന്നുന്നു കേട്ടോ. അല്ല പിന്നെ റണ്ണിങ്ങിൽ തന്നെ അങ്ങനെ പൊട്ടണ്ടല്ലോ. അപ്പോൾ എയർ പിടിച്ചിരുന്ന ടയറാണ് താനും. പിന്നെ ഇതിൻ്റെ വേറെ സംഭവം ഉണ്ട്, ഇപ്പോൾ ആ വീഡിയോയിൽ പറയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ജാമായിട്ടിരുന്നിട്ട് ഇങ്ങോട്ട് പൊട്ടിയതാണ് കേട്ടോ. ടയർ ഭയങ്കര ചൂടുമായിരുന്നു. ഉണ്ടോ, ടയർ ഭയങ്കര ചൂട്, ഡ്രമ്മും ഒക്കെ ഭയങ്കര ചൂടായിരുന്നു. 4 സെറ്റും ഫുള്ള് ബ്രേക്ക് ജാമായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാനൊരു മെക്കാനിക്കിനെ കാണിച്ചത് ബ്രേക്ക് ലൂസ് ചെയ്തിട്ട് സ്പാനറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് ലൂസ് ആക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കാണിച്ച് ബ്രേക്ക് എല്ലാം ലൂസാക്കി. അപ്പോൾ റണ്ണിങ് വീലിൻ്റെ ബ്രേക്ക് എല്ലാം ലൂസാക്കി കഴിഞ്ഞപ്പോഴത്തേനും വലിയ കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. അതിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ അവന്മാരത് അവിടുന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇട്ടപ്പം ട്രെയിലറിന് ശകലം വർക്ക് ചെയ്തിട്ടാണ് വണ്ടി എനിക്ക് തന്നത്. അപ്പം ബ്രേക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്തപ്പോൾ ഒരു ബ്ലേഡ് വെക്കാണ്ട് സെറ്റ് ചെയ്തപ്പം ബ്രേക്ക് കൂടിപ്പോയി വെച്ചത്. അപ്പം അങ്ങനെ റണ്ണിങ്ങിൽ ലൈനർ ഡ്രമ്മിൽ ഉരഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ടൈറ്റായിട്ടിരുന്നിട്ട് സംഭവം റണ്ണിങ്ങിൽ 4 ലൈനറും ചൂടായി. എന്തായാലും ഒരു ടയർ പൊട്ടി. എന്തായാലും അതിൻ്റെ ഉള്ളിലെ ടയർ നമ്മൾ കണ്ടില്ല, ഉള്ളിലെ ടയറിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെളിയിലെ ടയർ ഭയങ്കര ചൂടായിരുന്നു. ആ ഒരു സെറ്റ് ഫുള്ള് ചൂടായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും ഒരു ടയർ ബ്ലാസ്റ്റായി. അപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ ഇതുണ്ടോ ഭയങ്കരമായിട്ട് ചുട്ട് പഴുത്തിരിക്കുമായിരുന്നു. പക്ഷേ തുപ്പിൽ ശെല്ലാം അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ചീക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ, ആ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ടയർ അങ്ങ് പൊട്ടിക്കിട്ടി. നല്ല വിക്രാന്തിൻ്റെ ടയറായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് പിന്നെ ബ്രേക്ക് ലൈനർ ഇത് കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ കുഴപ്പമില്ല. നോക്കട്ടെ, എന്തായാലും ഓടിച്ച് നോക്കട്ടെ. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഏത് വണ്ടി മാറ്റിയാലും ഫസ്റ്റ് നമ്മൾ അത് തന്നെയല്ല, നമ്മളിപ്പം നമ്മുടെ കിട്ടുന്ന വണ്ടിയുടെ ബ്രേക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. വേറൊരു വണ്ടി നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴും ബ്രേക്ക് ജാമായിട്ടിരിക്കുകയാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കറക്റ്റായിട്ട് നോക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വണ്ടി പണിയിൽ പഠിക്കേണ്ടെന്ന് വെച്ച് തന്നെയല്ല, ഇത് സംഭവം നമ്മൾ ഓരോ വണ്ടിപ്പണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ആ ഒരു ടയർ എന്തായാലും ഫുള്ള് ജാമായിട്ടിരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഒരു ടയർ പൊട്ടിക്കിട്ടി. നമ്മൾ ബ്രേക്ക് ജാമായിട്ടിരുന്ന സംഭവം എല്ലാ വീൽ ലൈനറും ചൂടായിട്ടിരിക്കുമായിരുന്നു കേട്ടോ, ഡ്രമ്മെല്ലാം. ഞാനതിന് സ്റ്റെപ്പിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റെപ്പിനി അങ്ങ് എടുത്തിട്ട് എന്നിട്ട് അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റി വെച്ചിട്ടുണ്ട്. കൊക്കക്കോളയുടെ ലോഡാണ് ഫുള്ള്. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് കയറ്റിക്കണമെന്ന് ലോഡ് ഇവിടെ ഇറക്കണം കേട്ടോ. നിറച്ചും കൊക്കക്കോളയാണ്. ഇപ്പോൾ നമ്മൾ കൊക്കക്കോള കമ്പനിയുടെ അകത്താണല്ലോ കേട്ടോ. ഇതിപ്പം രാത്രിയായപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം ലോഡ് ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പഴുതെല്ലാം അഴിച്ച് മടക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് മേളിൽ ഇരുന്ന് സൈഡിൽ ഇരുന്ന ബീഡിങ്ങും എല്ലാം നമ്മൾ അഴിച്ച് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കും. അപ്പോൾ നമ്മുടെ പഴുതെല്ലാം മടക്കി
ഏകദേശം ഈ പരുവാക്കി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് മടക്കി വേണം കയറ്റി കെട്ടി വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് പഴുതൊക്കെ കഴിച്ച് മടക്കി ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇതുണ്ട് നമ്മുടെ കൊക്കക്കോളയുടെ ലോഡാണ് കയറി വെച്ചത് മൊത്തം. ഫുള്ള് കൊക്കക്കോള. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളെ വണ്ടി അടുത്ത ലോഡിന് വേണ്ടി റെഡിയാക്കി നിർത്തിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പൂനായിലുള്ളത്. പൂനായിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അടുത്ത് ലോഡ് എങ്ങോട്ടാണെന്നറിയില്ല, കയറ്റാൻ വേണ്ടി നിർത്തിയേക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിത് അടുത്ത ലോഡ് പൈപ്പിൻ്റെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഗുജറാത്തിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബാരാമതി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്, ബാരാമതി. ഇവിടെ നമ്മൾ പൈപ്പിൻ്റെ ലോഡ് കയറ്റി പോകാനുള്ള പരിപാടി കേട്ടോ. ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പാങ്കാലത്താണ് ലോഡിങ് കേട്ടോ. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടി കേട്ടോ. എന്താ ബില്ലും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കുറേ നാളായി നമ്മൾ വീഡിയോ എടുത്തിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ വേറൊരു കമ്പനിയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്, ആർക്കെ ട്രാൻസ്പോർട്ട് എന്നാണ് പേര് കേട്ടോ. ഞാനിപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഒരു ലോഡ് എടുത്ത് ഇവിടെ പൂനായി വന്നു. പൂനായി ലോഡ് ഇറക്കിയിട്ട് ഇവിടെ ബാരാമതി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അടുത്ത ലോഡ് ഗുജറാത്തിന് കയറ്റും കേട്ടോ, മഹസേന എന്ന് പറഞ്ഞ സ്ഥലത്തിന് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ പൈപ്പിൻ്റെ ലോഡ് അടുത്ത രണ്ടാമത്തെ ലോഡ് കയറ്റിയേക്കാം കേട്ടോ. പൈപ്പിൻ്റെ ലോഡ് അഹമ്മദാബാദ് കഴിഞ്ഞിട്ട് നമ്മുടെ മഹസേന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ GIDCയിലേക്ക്. അവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൈപ്പ് കയറ്റിയേക്കാണ്. ഇതുമായിട്ട് നേരെ മഹസേന GIDCക്ക് വേണം പോകാൻ. അപ്പം അങ്ങനെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ. നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മൾ പയ്യെ ട്രാവൽ ആരംഭിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ അഹമ്മദ്നഗർ ബൈപ്പാസിലുള്ള കേട്ടോ. അഹമ്മദ്നഗർ ബൈപ്പാസിൽ ഇതുകൊണ്ട് ഒരു വലിയ ഹെവി എക്യുപ്മെൻറ്റ്സ് എന്തോ കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഇത് ക്രെയിൻ്റെ സംഭവം. ഇത് അഹമ്മദ്നഗർ ബൈപ്പാസിൽ നമ്മുടെ ടോളാട്ടോ. ഈ ടോളിൽ നമ്മൾ കുറച്ച് നേരം നിൽക്കേണ്ട വന്നു. നമ്മുടെ ഫാസ്ടാഗ് അടിക്കാതെ ഒരു 5 മിനിറ്റ് നമ്മൾ നിൽക്കേണ്ട വന്നു. പൈസ ഇല്ലെന്ന് പറഞ്ഞു. നമ്മൾ പൈസ ഉണ്ട്, അവന്മാർ സ്കാൻ കറക്റ്റ് വർക്കാകാത്ത കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പയ്യനി പോവാണ് കേട്ടോ. മുന്നേ എവിടെയെങ്കിലും ഒരു ധാബയെ കൊണ്ട് ആക്കാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഈ ബൈപ്പാസിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ധാബകളില്ലെന്ന് തോന്നുന്നുള്ളൂ അധികം. അപ്പോൾ നല്ല അടിപൊളി ലൈറ്റ് പിടിപ്പിച്ചിരുന്നുണ്ട്. ഇത് നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ടയർമാരായിട്ട് പിടിപ്പിച്ച കേട്ടോ, കളർ ലൈറ്റ്. നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ. ഒരു ധാവയ്ക്കേറ്റി ഒതുക്കിയേക്കുവാ വണ്ടി. വെറൈറ്റി ലോഡുകളൊക്കെ ഏറ്റി നിൽക്കുന്ന വണ്ടികളുണ്ടോ. ഇതിൻ്റെ അങ്ങേറ്റത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നു കേട്ടോ. ഇവിടെ ഒരുത്തൻ 2 സൈസ് ലോഡായിരുന്നു. ഒരു ചതുരത്തിലുള്ള പൈപ്പും അതിൻ്റെ മുകളിൽ കൂടെ വേറെ പൈപ്പൊക്കെ വെച്ചാൽ കെട്ടിക്കുന്നു കേട്ടോ. വെറൈറ്റി ലോഡുകളാണ് മൊത്തം. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിത് ഒരു അമ്പലത്തിന് മുന്നിൽ കൊണ്ട് നിർത്തിക്കും കേട്ടോ. നമ്മുടെ വണ്ടിയിൽ പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൂ തൂക്കാനായിട്ട് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് പൂവൊക്കെ തൂക്കിയിട്ട് അങ്ങ് പോവാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ പൂ തൂക്കാൻ പോവാം കേട്ടോ.
ഭയങ്കര തണുപ്പാണ് സുഹൃത്തുക്കളെ, ഭയങ്കര തണുപ്പ് കേട്ടോ. അതുകൊണ്ടാണ് മൂടി പോസ്റ്റ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഷിരിഡി ബൈപ്പാസിലുള്ള കേട്ടോ. ഷിരിഡി ബൈപ്പാസ് തീരുന്നതിൻ്റെ ഭാഗത്തായിട്ടോ നമ്മളുള്ളൂ കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഉണ്ടോ വണ്ടികളൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് പിരിഞ്ഞ് കയറി വേണം അങ്ങനെ. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടി ഒരെണ്ണം വന്ന് ലോഡുമായിട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ കമ്പനി വണ്ടികൾ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ കേട്ടോ. ഫുള്ള് നീളം കൂടുതലായതുകൊണ്ടാണ് ഇവന്മാരെയൊക്കെ വന്ന് വളഞ്ഞു തിരിയാൻ ഭയങ്കര പാടാണ്. നമ്മുടെ വണ്ടി അതുപോലെ തന്നെയാണ്. എവിടെയെങ്കിലും കൊണ്ടുവന്ന് തിരിക്കണമെങ്കിൽ എന്നെ പാടാന്നറിയുന്നു. അപ്പോൾ ഈ 8 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഷിരിഡി സിറ്റിക്കുള്ളിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ബൈപ്പാസ് വഴി ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത്. ഇവിടെ പോലീസുകാരെപ്പോഴും അമ്മമാർ തിരിച്ചു വിടത്തില്ല. അപ്പോൾ നമ്മുടെ അടുത്ത കമ്പനി വണ്ടിയും കൂടെ ആണ് പോകുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ പെപ്സിയുടെ ലോഡും പിന്നെ അത് പെപ്സിയല്ല സോറി കൊക്കക്കോളയുടെ ലോഡായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ലോഡുകളും പിന്നെ സോളാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കയറ്റാറ്. അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് സൈഡിലാണ് നമ്മൾ വീഡിയോ എടുക്കുക. എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റീൽസ് ഇടാനും ഒക്കെ ആയിട്ടും ഫേസ്ബുക്കിൽ ഇടുമ്പോഴൊക്കെ ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. പുറകോട്ട് തള്ളി വരുവാണല്ലോ. ഇങ്ങനെ പിടിച്ച് അകത്തോട്ട് തള്ളണമല്ലോ. പുറകോട്ട് തള്ളി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. പൊക്കോണ്ടിരിക്കുന്നുണ്ട് അടിപൊളി മൺമേടാട്ടോ. മൺമേട്. അപ്പോൾ നമ്മൾ മൺമേട് എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന സ്ഥലങ്ങളുണ്ട് അതിന് കേട്ടോ. പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി എന്നാണ്ട് വന്ന് ഇടിച്ച് പാലം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൺമേട് എത്താറായിക്കൊണ്ടിരിക്കുക കേട്ടോ. മൺമേട് അങ്ങനെ നമ്മളിത് മലകാവിലൊരു ബിരിയാണി കട കയറിയേക്കോ കേട്ടോ. ബിരിയാണി കഴിക്കാനായിട്ട്. ബിരിയാണി ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. 30 രൂപ ബിരിയാണിക്ക് കേട്ടോ. 2 പീസ് കുറവാണ്. ഞാൻ 30 രൂപയ്ക്ക് ബിരിയാണി മേടിച്ച് 20 രൂപയ്ക്ക് സെപ്പറേറ്റ് കുറച്ച് ചിക്കനും കൂടി ഇടാൻ പറഞ്ഞു. സുഹൃത്തുക്കളാണ് ബിരിയാണി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലത്ര ബിരിയാണി എടുത്തമാർ എങ്ങനെ വെച്ചാലും ശരിയാവില്ല. ഒരിക്കലും ശരിയാകത്തില്ല. 30 രൂപയുടെ ബിരിയാണി പിന്നെ 20 രൂപയുടെ സെപ്പറേറ്റ് കുറച്ച് ചിക്കനും കൂടി ഇടാൻ ഞാൻ പറഞ്ഞു. ഞാൻ ബീഫാണ് ചോദിച്ചത്. പക്ഷേ ബീഫ് ഇവിടെ ഇല്ല. ബീഫ് ബിരിയാണി ഇല്ല. നമ്മുടെ വണ്ടി തന്നെ അങ്ങേറ്റത്തെ കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ബിരിയാണിക്കടയുടെ ബോർഡിൻ്റെ മേളിൽ കണ്ടു. അപ്പം നമ്മളിങ്ങനെ വന്നതാണ്. അണ്ണന് നമ്മൾ ബിരിയാണി 2 മേടിച്ച് കഴിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര പേടിയായിപ്പോയി. നമ്മളൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ. ഭക്ഷണത്തിന് വല്ല കുറവുണ്ടോ? ഞാൻ 2 ബിരിയാണി കഴിച്ചു. ചിക്കൻ കുറവായതുകൊണ്ട് ഒരു ശകല എക്സ്ട്രാ 20 രൂപയ്ക്ക് ചിക്കനും കൂടി ഇട്ടേക്കാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിലേ നമുക്കങ്ങനെ കുറവ് കഴിക്കാൻ പറ്റില്ല.
പുള്ളി മേടിച്ചു പോയി. ഞാൻ 2 ബിരിയാണി കുറച്ചേ ഉള്ളൂ. നമ്മുടെ കഴിപ്പിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ബിരിയാണി ഇത്ര ഉള്ളൂ, ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ ഈ 30 രൂപയുടെ ബിരിയാണി എന്ന് വെച്ചാൽ എന്തോരം ക്വാണ്ടിറ്റി ആണെന്ന് അറിയാൻ വരെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് പയ്യെ പോകാം കേട്ടോ. അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ആ ചേച്ചിക്ക് ഒരു 10 രൂപ കൂടെ കൊടുത്തേച്ചു. നമ്മളെന്തായാലും നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചില്ല, അവർ ഭക്ഷണം കഴിക്കാതിരിക്കുക. ആ റോഡിൻ്റെ അപ്പുറമായിട്ടോ നമ്മുടെ വണ്ടി നിർത്തിക്കുന്നുണ്ടോ. ഇന്നിപ്പം വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടേ എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടി നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കാട്ടോ. ഇന്ന് ജുമാ ദിവസമാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കാട്ടോ ഇവിടെ എല്ലാം. ഇത് വെറൈറ്റി ഒരു വണ്ടി പോകുന്നുണ്ടോ. അപ്പം നമ്മൾ നേരെ ദുളിയ പോയിട്ടാണ് ലെഫ്റ്റ് തിരിയുന്നത് കേട്ടോ. വേണേൽ സാക്രി പോയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ മലകാവിൽ നമുക്ക് തിരിഞ്ഞു പോകാൻ വേറെ വഴിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ വഴി തിരിഞ്ഞില്ല. നേരെ ദുളിയ പോയിട്ട് ദുളിയായിൽ നിന്ന് നേരെ നമ്മൾ നേരെ നവാപ്പൂർ പോയിട്ട് നവാപ്പൂർ സോങ്കാത് വഴി നേരെ അങ്ങനെ ചാടി നേരെ വഡോദര ചാടി പോകാന്നുള്ള പ്ലാനാണ് കേട്ടോ. വഡോദര എല്ലാം കയറി നേരെ നമ്മുടെ സ്ഥലത്തെത്തണം, മനാസ. അപ്പോൾ അതൊക്കെ ഉണ്ടോ, ഡൽഹി വരെയുടെ വണ്ടി ഒരെണ്ണം പോകുന്നു ഉണ്ടോ. ട്യൂബ്ലെസ് ടയറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ഓ, നല്ല ജെർക്കിംഗ് ആണല്ലോ. നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ധാബയെ കൊണ്ട് ഒതുക്കിയിട്ടേക്കും കേട്ടോ വണ്ടി കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറൊക്കെ കൊണ്ട് ഉരുകി ഉണ്ടോ, റോഡൊക്കെ ചുട്ട് പഴുത്ത് കിടക്കുകയാണ്. അപ്പം എല്ലാ ടയറെങ്ങാനും പൊട്ടില്ലോ എന്ന് വിചാരിച്ച് ഞാനിവിടെ വണ്ടി കയറ്റി നിർത്തിയിട്ടേക്കും കേട്ടോ. ഭയങ്കര വെയിലല്ലേ, ഇച്ചിരി തണുത്തിട്ടൊക്കെ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് നിർത്തിയിട്ടേക്കും കേട്ടോ.